യേശുക്രിസ്തുവിന്റെ നാമം. ഞങ്ങൾ ഈ ദേശത്ത് ഘോഷിക്കുമ്പോൾ ഇത് ക്രിസ്തീയ മതവുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഇത് മറ്റ് ജാതികൾക്ക് എതിരുമല്ല. പ്രിയപ്പെട്ടവരെ, മരണമുള്ള എല്ലാവർക്കും വേണ്ടി യേശുക്രിസ്തു മരിച്ചു എന്നുള്ള നല്ല വാർത്ത നിങ്ങളോട് അറിയിക്കുമ്പോൾ നോക്ക്, പിന്നെ നമ്മൾ പല ജാതി മതസ്ഥരായിട്ട് ഭൂമിയിൽ ജനിച്ചു. അതിനകത്ത് ക്രിസ്തീയ മതവിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ട്, ഹിന്ദു മതവിശ്വാസികൾ എന്നെ കേൾക്കുന്നുണ്ട്, ഇതര മതവിശ്വാസികളും ഉണ്ടാവാം, ഇല്ലായിരിക്കാം. സമ്പന്നന്മാരും ദരിദ്രന്മാരും എന്നെ കേൾക്കുന്നുണ്ട്, സ്ത്രീ പുരുഷന്മാർ എന്നെ കേൾക്കുന്നുണ്ട്, കുഞ്ഞുങ്ങളും പ്രായാധിക്യമുള്ളവരും എന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ പ്രിയപ്പെട്ട, നമുക്ക് എല്ലാവർക്കും ഉറപ്പായിരിക്കുന്ന ഒരു കാര്യം എന്താണ്? എല്ലാ ജാതി മതസ്ഥർക്കും, എല്ലാ നല്ലവരും എല്ലാ മോശമായിരിക്കുന്ന ആൾക്കാരും നമ്മൾ പറയുന്നവർക്കും എല്ലാവർക്കും വിധിച്ചിരിക്കുന്ന ഒരു കാര്യം മരണം മാത്രമാണ്. അപ്പോൾ നോക്കി, പിന്നെ മരണമുള്ള എല്ലാവരോടുമാണ് ഞാൻ സംസാരിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു വിഭാഗത്തോടെ അനുകൂലമല്ല, പ്രത്യേകിച്ച് ഒരു വിഭാഗത്തിന് എതിരുമല്ല. മരണമില്ലാത്ത ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ പ്രസംഗം കേൾക്കണ്ട. എന്നാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഉറപ്പുള്ള ഒരു കാര്യം എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിക്കും. ഇതിനപ്പുറം ഭൂമിയിൽ നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യവുമില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ബുദ്ധിയുള്ളവരാണെങ്കിൽ ചിന്തിക്കണം, ഞാൻ മരിച്ചതിന് ശേഷം എങ്ങോട്ടാണ് പോകുന്നത്? രണ്ടാമതൊരു ചോദ്യം, ആകാശത്തെയും ഭൂമിയെ സൃഷ്ടിച്ച സത്യദൈവം ആരാണ്?